ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വെജിറ്റബിൾ പപ്സാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾ പപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ ഒരു സവോള ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവോള ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ സവോള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവോളയൊക്കെ ഒന്ന് വഴന്ന് വരണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇനി ഈ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു അരമണിക്കൂർ നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉടച്ചെടുത്തതാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് വീണ്ടും കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വെജിറ്റബിൾ പപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമൂസ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് കടയിൽ നിന്ന് വാങ്ങിയ സമൂസ ഷീറ്റാണ്. അപ്പോൾ ഞാൻ 2 സമൂസ ഷീറ്റ് ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഷീറ്റിൻ്റെ ഒരു സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പകുതി മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. പകുതി മാത്രം ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഷീറ്റും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അടുത്തടുത്തുള്ള ഭാഗങ്ങൾ തമ്മിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ പകുതി മാത്രം ഇതിൻ്റെയും കട്ട് ചെയ്ത് കൊടുക്കാം. ഒരേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ 2 ഷീറ്റിൻ്റെയും അടുത്തടുത്തുള്ള വശങ്ങൾ ഒരേ വലുപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഷീറ്റിൻ്റെ നടുഭാഗത്ത് ഒട്ടും വെളിയിലൊന്നും പോകാതെ ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാത്ത വശം ഫില്ലിങ്ങിന് മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മൈദയുടെ മിക്സ് തേച്ച് കൊടുക്കണം. ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയുടെ മിക്സ് തേച്ച് കൊടുക്കുന്നത്. 1 സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുത്തതാണ്. അപ്പോൾ ഫില്ലിങ് ഒട്ടും തന്നെ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയുടെ മിക്സ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മൈദയുടെ മിക്സ് എല്ലാ സൈഡിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ കട്ട് ചെയ്യാത്ത മറ്റേ ഭാഗം കൂടി വെച്ച് കൊടുക്കണം. എന്നിട്ടത് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈദയുടെ മിക്സ് നമ്മൾ തേച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടി കിട്ടും. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഫുള്ള് കവറായിട്ടുണ്ട്. ഇനി നമ്മൾ പകുതി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സൈഡ് പപ്സിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ലീഫും പപ്സിന് മുകളിൽ വെച്ചതിന് ശേഷം ഒന്നിടവിട്ട ലീഫ് നമ്മൾ ഇതുപോലെ മാറ്റി കൊടുക്കുക. അപ്പോൾ ഒരു ലീഫ് പപ്സിന് മുകളിൽ അടുത്ത ലീഫ് നമ്മൾ വെളിയിലേക്ക് മാറ്റി കൊടുക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലീഫിൽ ഒരെണ്ണം ഇതുപോലെ അതിന് മുകളിലേക്ക് വെച്ചതിന് ശേഷം മൈദയുടെ മിക്സ് കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫില്ലിംഗ് ഒക്കെ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദാമാവ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2 ലീഫും കൂടി മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യമേ മുകളിൽ വെച്ച ലീഫുകൾ ഇതുപോലെ തിരിച്ച് വെളിയിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ വെളിയിൽ വെച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ രണ്ടാമത്തെ ലീഫ് ഇതിന് മുകളിൽ വെക്കുക. എന്നിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഈ ലീഫ് തിരികെ അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ എല്ലാ ലീഫും മുകളിലേക്ക് വെച്ചതിന് ശേഷമാണ് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നത്. വീണ്ടും നമ്മൾ ആദ്യമേ ചെയ്തതുപോലെ തന്നെ ഒന്നിടവിട്ടുള്ള ലീഫ് വെളിയിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ലീഫ് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും അതേപോലെ തന്നെ തുടർന്ന് ചെയ്യുക.
ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് വരുന്ന ലീഫിൽ ഫുള്ള് മൈദയുടെ മിക്സ് ഒന്ന് തേച്ചതിന് ശേഷം ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതൊട്ടും തന്നെ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഫുള്ള് മൈദയുടെ മിക്സ് തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 4 പപ്സാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പപ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടിത് ഫ്രൈ ചെയ്തെടുക്കണം. സമൂസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഓൾറെഡി നമ്മൾ ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒക്കെയും കുക്കായതാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ 2 സൈഡും നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാനിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്